ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുമ്പോൾ AI ടെക്നോളജിയെ കുറിച്ചാണ്. AI സാങ്കേതികത വികസിച്ച് നല്ല കാര്യങ്ങളും നടക്കുന്നുണ്ട്, എങ്കിൽ മറ്റുള്ളവരെ പറ്റിക്കലും നടക്കുന്നുണ്ട്. ഈ പറ്റിക്കലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് പലരും. ഫേസ്ബുക്ക്, യൂട്യൂബ്, അങ്ങനെയുള്ള പല മാധ്യമങ്ങളും. ഇതിനകത്ത് വരുന്ന പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരുടെ രൂപത്തിന്റെ കൂട്ടത്തിന് ആ ഒരു കറക്റ്റ് രീതിയിലുള്ള ഇമേജ്, AI ഇമേജ് എന്നാണ് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രൂപത്തിൽ ഉണ്ടാക്കുന്ന ഇമേജുകളാണ്. ഇത് ചിത്രീകരിച്ചതിന് ശേഷം, ഇതുണ്ടാക്കിയതിന് ശേഷം നമുക്ക് സിമ്പതി ഉണ്ടാക്കുകയാണ് മെയിൻ ലക്ഷ്യം. സിമ്പതിയിലൂടെയാണ് ഇവര് കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ പേജുകളുടെ റീച്ച് ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊച്ചു കുട്ടികളുടെ ഇമേജ് കാണിക്കുക, മുതിർന്നവർ കാണിക്കുക, ഇവർക്ക് എന്തെങ്കിലും വിഷയങ്ങളുള്ള എന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു, അങ്ങല്ലെങ്കിൽ കുട്ടിയുടെ അമ്മ നഷ്ടപ്പെട്ടു, അച്ഛൻ നഷ്ടപ്പെട്ടു, ഇതൊന്ന് വിഷ് ചെയ്യണേ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളാണ് ഇവർ ഇടുന്നത്. ഇത് പലർക്കും ഇത് അറിയത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അറിയാതെ പോകുന്നത് നമ്മുടെ ഈ സൊസൈറ്റിയിലെ നല്ല നിലയിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഒക്കെ ഉള്ള ആളുകളാണ് ഇതിന് പറ്റിക്കപ്പെടുന്നത്. അതാണ് വേറൊരു രസം. ഇവർക്കൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഇതിന്റെ കമന്റുകളൊക്കെ നമുക്കൊന്ന് ചെന്ന് നോക്കാമെങ്കിൽ ഇതിന്റെ അകത്ത് ഒരു പോസ്റ്റിനൊക്കെ ചിലപ്പോൾ 2000, 3000, 4000 എബോ അത്രയും കമന്റ്സ് ആണുള്ളത്. ഇതെല്ലാം ഹൈ പ്രൊഫൈലായിട്ടുള്ള ആളുകളായിരിക്കും ഇതിനകത്ത് കൂടുതൽ. രസമൊന്നുമല്ല, കോളേജ് ടീച്ചേഴ്സ്, സ്കൂൾ ടീച്ചേഴ്സ്, അങ്ങനെയൊക്കെയുള്ള ഹൈ പ്രൊഫൈലായിട്ടുള്ള ആളുകൾ പോലും ഇതിനകത്ത് പറ്റിക്കപ്പെടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള ഫോട്ടോസൊക്കെ കാണുമ്പോഴേ നിങ്ങൾ നോക്കണം. അപ്പൊ ഇങ്ങനെ സിമ്പതി പരമായിട്ടുള്ള പോസ്റ്റുകളാണ് വരുന്നെങ്കിൽ നിങ്ങൾ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലാവും. കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ ഇതിൻ്റെ അത് കുറച്ച് ഫോട്ടോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോസ് ഞാൻ ഇത് കാണിച്ചുകൊണ്ടാണ് നിങ്ങളെ ഇതൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം മനസ്സിലാവും ഇത് നിങ്ങൾ ഇതിൻ്റെ അകത്ത് നേരത്തെ കമന്റ് ചെയ്യും. നിങ്ങൾ പലരും ഇത് കാണുന്ന എന്തായാലും ഒരുപാട് പേര് ഇതിനകത്ത് കമന്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള വീഡിയോകൾക്ക് അല്ലെങ്കിൽ ഇമേജുകൾക്ക്. അപ്പൊ ഇത് വീഡിയോ ഈ പോസ്റ്റ് ഒന്നുകൂടെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാവും നിങ്ങൾ നേരത്തെ ഇങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് നോക്കണമെന്ന്. അപ്പൊ ഞാനിതൊന്ന് കാണിക്കാൻ. ഈ ഒരു ചിത്രം നോക്കിയേ, ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം. ഇത് ചോദിച്ചേക്കുന്ന കേട്ടോ, ഇന്ന് മോളെ പിറന്നാളാണ്, 2 സെക്കൻഡ് സമയമുണ്ടെങ്കിൽ മോൾക്കൊരു വിഷ് പറയണേ. എത്ര പേരുടെ അത് വിഷ് പറഞ്ഞിട്ടുണ്ടാവും? ഈ കുട്ടിയെ കാണുമ്പോൾ ഭൂരിഭാഗം പേരും വിഷ് ചെയ്യും. എന്നാൽ ഈ കുട്ടിയും ഒരു AI സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ചെടുത്തതാണ്. അടുത്തത് കണ്ടോ, മോൾക്ക് അമ്മയില്ല, ഇന്ന് മോളുടെ പിറന്നാളാണ്, കിട്ടില്ലെന്നറിയാം എങ്കിലും ചോദിക്കുക, മോൾക്കൊരു ബർത്ത്ഡേ വിഷ് തരാമോ? മോൾക്കത് വലിയ സന്തോഷമാവും. കണ്ടോ? അപ്പോൾ നമ്മുടെ ആ ഹൃദയം കവരുന്ന രീതിയിലുള്ള വാക്യങ്ങൾ ഇട്ടിട്ടാണ് പിടിക്കുന്നത്. ഇതും നിങ്ങളുടെ ഫേസൊക്കെ നോക്കി, ഇത് കണ്ടോ, ഇത് AI സാങ്കേതിക വിദ്യയാണ്. ഇതിന് നിങ്ങൾ മനസ്സിലാക്കണോ ഇത്? അതേപോലെ തന്നെ സംസാരിക്കാൻ കഴിയാത്ത മോനാണ്, മോൻ്റെ പിറന്നാളാണ്, ഒരു വിഷ് പറയില്ലേ? കണ്ടോ? ഇതും ഒരു കുട്ടിയുടെ വെച്ചിട്ട് ഇതേപോലൊക്കെ ചോദിച്ചിരിക്കുകയാണ്. ഒരുപാട് പേരിൻ്റെ അകത്തും വിഷ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളും മേ ബി പറഞ്ഞു കാണും. സമാന രീതിയിലുള്ള പോസ്റ്റുമാണ്. ഇതും ബർത്ത്ഡേ വിഷ് ചെയ്യാൻ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഈ ചിത്രം നമ്മൾ അല്പം മുൻപ് കണ്ടതാണ്. അത് വേറൊരു പ്രായത്തിലുള്ളതും ഇത് വേറൊരു പ്രായത്തിലുള്ളതും, 2 പ്രായത്തിലുള്ള ഒരേ ഫേസ് വെച്ചിട്ടാണ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, നമ്മളങ്ങ് അറിയാതെ വിഷ് ചെയ്ത് പോവുകയാണ്. അപ്പൊ ഞാൻ ഈ ഫോട്ടോസ് ഒക്കെ കാണിച്ചത് പല ഫോട്ടോസ് ഞാൻ എടുത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ്. ഇത് വേണമെങ്കിൽ ഒന്ന് നോക്കാമെങ്കിൽ ഈ ഫോട്ടോയുടെ അടിയിലൊക്കെ നിങ്ങൾ പോയി കമന്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഈ ഫോട്ടോസ് ഒക്കെ കണ്ടില്ലയോ? ഇതിന്റെ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കുട്ടികളുടെ ഒക്കെ നോക്കാമെങ്കിൽ ഫേസുകളൊക്കെ ഒരേപോലെ ഉള്ളതായിരിക്കും. ചെറിയ ചേഞ്ചസ് അവർ ആ ഫേഷ്യൽ രീതിയിൽ വരുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ളതാണ്ടോ, ഇന്ന് മോളെ പിറന്നാളാണ്, ഒക്കെ നോക്കിക്ക്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ കൂടുതൽ ആ കുട്ടിയൊക്കെ അങ്ങ് വിഷയം വേണ്ടി നിൽക്കും. പക്ഷെ ഇതൊന്നും ഈ ലോകത്ത് ഇന്നേക്ക് വരെ ജനിക്കാത്ത മനുഷ്യ കുട്ടികളാണ് ഇതൊക്കെ. ഇവരൊന്നും ഈ ലോകത്തില്ല. അവർ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഇമേജസ് ആണ് ഇവരെല്ലാം. ഇങ്ങനെയുള്ള വീഡിയോസും ഉണ്ട്. ഈ അടുത്ത കാലത്ത് ഒരാൾ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. അപ്പൊ ആ വീഡിയോ ആ കണ്ട വ്യക്തി ഇത് റിയൽ ആയിട്ടിരിക്കുന്നതായിട്ടാണ് ഈ വീഡിയോ നമുക്ക് അയച്ചു തന്നത്. കണ്ടു നോക്കിയപ്പോഴാണ് ഇതിൻ്റെ ഉള്ള മൊത്തവും AI രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അവർക്കൊന്നും അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ഇത് ഉയർന്നു. അപ്പൊ ഇത് നിങ്ങളെ കാണിക്കുന്നതിന്റെ കുഴപ്പമില്ല, പക്ഷെ നിങ്ങളെ പറ്റിക്കപ്പെടുമ്പോഴാണ് അല്ലെങ്കിൽ പറ്റിക്കപ്പെടുമ്പോഴാണ് ഈ വിഷയം വരുന്നത്. നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വ്യൂസ് ഉണ്ടാക്കുക എന്നുള്ളത്, അതാണ് വിഷയം വരുന്നത്. നേരെ മറിച്ച് നമ്മൾ പറയോ ഇത് AI ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്ന് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് വിഷയം വരത്തില്ല. പക്ഷെ നമ്മൾ റിയൽ ആയിട്ടുള്ള ഒരാളെ വെച്ചിട്ട് അല്ലെങ്കിൽ ആ രീതിയിലാണ് എന്ന് കാണിച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ് ഈ വിഷയം വരുന്നത്. അപ്പം മാക്സിമം നിങ്ങൾ ഇതെല്ലാം ഒന്ന് നോക്കുക. ഇങ്ങനെയുള്ള കമന്റുകൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ആ പേജ് ഒന്ന് കയറി നോക്കുക. ആ പേജുകൾ കയറി നോക്കുക, നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇത് എങ്ങനത്തെ ഉള്ള പേജാണെന്ന് മനസ്സിലായി. ഈ ഒരു ടെക്നോളജി രീതി മാത്രം ക്രിയേറ്റ് ചെയ്യുന്ന ചില പേജുകളുണ്ട്. അവരിങ്ങനെ ഉള്ളത് മാത്രമേ ചെയ്യത്തുള്ളൂ. കൂടുതൽ കമന്റ്സ് വരുമ്പോൾ കൂടുതൽ റീച്ച് വരും. അതാണ് ഇതിനകത്തോടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് നോക്കി കൃത്യമായി മാത്രം നിങ്ങൾ വാല്യൂ ഉള്ളതിന് മാത്രം നിങ്ങൾ കമന്റും ഷെയറും ലൈക്കും ഒക്കെ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.